ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ക്രഞ്ചി വേൾഡ്. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഞാൻ കുറച്ച് ബിസി ആയി പോയി, അതുകൊണ്ടാണ്. അപ്പൊ ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ബ്രെഡ് ബോൾസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ ആദ്യം തന്നെ നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് പീസ് എടുത്തൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ കട്ലറ്റിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, വല്ലാതെ പൊടിച്ചെടുക്കണ്ട. പിന്നെ കുറച്ച് ക്യാപ്സിക്കം ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ ക്യാപ്സിക്കം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കട്ടോ, കാരണം ഈ ചിലവർക്ക് ഈ ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടാവില്ല, അപ്പോൾ കുറച്ച് ചേർത്താൽ മതി. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ ഒറിഗാനോയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി, കാരണം നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ മയോണൈസാണ് ഇനി ചേർക്കാനുള്ളത്. മയോണൈസിൽ ഉപ്പുള്ളതാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മയോണൈസ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്കൊന്നും ചേർക്കാനില്ല. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം. മിക്സ് ആക്കിയിട്ട് മയോണൈസ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ മയോണൈസ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കണം. ഇപ്പൊ ഇതാ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ മയോ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിന്റെ 4 എഡ്ജസ് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പൊ കഴിയുന്നതും നല്ല വലിയ ബ്രെഡ് എടുക്കാൻ നോക്കാം. ദാ ഇതുപോലെ എല്ലാ ബ്രെഡിന്റെയും എഡ്ജസ് ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബ്രെഡ് എടുത്തിട്ട് ദാ ഇതുപോലെ വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് എടുത്തിട്ട് 2 കൈ കൊണ്ട് നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളയണം. നമ്മളിത് ഇതുപോലെ നമ്മുടെ കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് നമ്മുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ, ആ ഫില്ലിങ് കുറച്ച് ഇതിലേക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളിതാ ഇതുപോലെ എല്ലാ സൈഡും ഇങ്ങനെ മടക്കിയിട്ട് ഇതുപോലെ ബോളാക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ എല്ലാ ബ്രെഡും ഇതുപോലെ ചെയ്ത് ബോളാക്കി എടുക്കണം. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇപ്പോൾ കുറച്ചായി വീഡിയോസ് ഒന്നും ഇടാത്തതുകൊണ്ട് ഇപ്പോൾ കുറേ ആയല്ലോ കേട്ടിട്ട്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ദാ എല്ലാതും ഇതുപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് എഗ്ഗിലൊന്നും ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് ആൾറെഡി നമ്മൾ വെള്ളത്തിൽ ഇതായതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് നമുക്കിത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഓരോന്നും എടുത്തത് ഇതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുമ്പോൾ നമുക്കിത് ഒന്നും കൂടെ ഒന്ന് നന്നായി ഷേപ്പാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ എല്ലാ ബ്രെഡ് ബോൾസും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്ത് അപ്പം നമുക്കിനി ഇത് നല്ല ചൂട് എണ്ണയിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ എടുത്തിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ബ്രെഡ് ബോൾസ് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് മയോ ബോൾസ് എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബ്രെഡ് മയോ ബോൾസ് സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്.
റംസാനൊക്കെ കഴിഞ്ഞു, എന്നാലും നമുക്ക് ഈവനിങ്ങിനൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് വീട്ടിൽ തന്നെയല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കാം. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിലൊന്ന് പോസ്റ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. പിന്നെ എല്ലാവരും സേഫായിട്ട് ഹെൽത്തിയായി ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.